സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സംസ്ഥാനത്താകെ 985 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 269 പത്രികകളാണ് അധികൃതർ തള്ളിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി MS വീണ ചേരുന്നുണ്ട്. വീണ, 985 സ്ഥാനാർത്ഥികൾ നിലനിൽക്കുന്നു. 269 പത്രികകളാണ് നിലവിൽ ഇപ്പോൾ അധികൃതർ തള്ളിയിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. വിശദാംശങ്ങൾ വീണ. അഞ്ജന, നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 1254 പത്രികകളാണ് ലഭിച്ചത്. അതിൽ 985 സ്ഥാനാർത്ഥികളാണുള്ളത്. ഈ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൽ 269 പത്രിക തള്ളി എന്നുള്ള ഔദ്യോഗിക വിവരങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കൊടുവള്ളിയിലാണ്, 17 സ്ഥാനാർത്ഥികളാണ്. രണ്ടാമതുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്, 16 സ്ഥാനാർത്ഥികളാണ്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. മുന്നണികളെല്ലാം തന്നെ ഡെമ്മി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തോടുകൂടി തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാകും. 2021 957 സ്ഥാനാർത്ഥികളാണ് 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടുകൂടി ഏകദേശ ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ്. നാളത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം അവസാനിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും മുന്നണികൾക്കുമൊക്കെ കുറച്ചുകൂടി വ്യക്തമായ ചിത്രം ലഭിക്കുന്നതായിരിക്കും. അഞ്ജന.